നമസ്കാരം. എല്ലാ പ്രിയ കൂട്ടുകാർക്കും മലയാള മനോരമ ശുഭദിനം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തിരുത്തണം കുറവുകൾ. എല്ലാവരും രൂപത്തിൽ ഒരുപോലെയാണെങ്കിലും എന്തുകൊണ്ട് ചിലർ വലിയ വിജയങ്ങൾ കൈവരിക്കുകയും മറ്റു ചിലർ നാശത്തിലേക്ക് പോകുകയും ചെയ്യുന്നു എന്നതായിരുന്നു ശിഷ്യന്റെ സംശയം. അവനെയും കൂട്ടി ഗുരു തടാകത്തിനടുത്തെത്തി. കയ്യിലുണ്ടായിരുന്ന 2 മൺകുടങ്ങൾ അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആദ്യം ഒന്നും കണ്ടില്ലെങ്കിലും സൂക്ഷ്മ നിരീക്ഷണത്തിന് ശേഷം അവൻ പറഞ്ഞു, ഒരെണ്ണത്തിനടിയിൽ സുഷിരമുണ്ട്. ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം അവൻ 2 കുടങ്ങളും തടാകത്തിലേക്കെറിഞ്ഞു. ഒരെണ്ണം പൊങ്ങിക്കിടന്നു. സുഷിരമുള്ളത് പതിയെ മുങ്ങിത്താണു. ഗുരു പറഞ്ഞു, സ്വഭാവത്തിൽ ന്യൂനതകളുണ്ടായാൽ നശിക്കുകയേ ഉള്ളൂ. പ്രകൃതത്തിന്റെ പ്രത്യേകതകളാണ് പ്രയാണത്തിന്റെ വൈശിഷ്ട്യം തീരുമാനിക്കുന്നത്. ഒരുപോലെ കാണപ്പെടുന്നവരെല്ലാം ഒരുപോലെ വിജയശ്രീലാളിതരാകാറില്ല. ഒരുമിച്ച് യാത്ര തുടങ്ങുന്നവരെല്ലാം ഒരുമിച്ച് അത് പൂർത്തിയാക്കാറില്ല. വ്യത്യാസം മനോഭാവത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെതുമാണ്. പ്രത്യക്ഷത്തിൽ എല്ലാം ഒരുപോലെയായിരിക്കാം, നല്ലതായിരിക്കാം. നേടിയ അറിവുകളും ചെയ്യുന്ന ജോലിയും സമാനമായിരിക്കാം. എവിടെ എത്തിച്ചേരുന്നു, എന്തായിത്തീരുന്നു എന്നത് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ചെറുതും അതിപ്രധാനവുമായ ചില ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. മികവുകളുടെ പ്രയോഗത്തേക്കാൾ ന്യൂനതകളുടെ പരിഹാരമാണ് ലക്ഷ്യങ്ങൾ സാധൂകരിക്കുന്നതിലെ മുഖ്യ ഘടകം. അതിൽ മറ്റാർക്കുമറിയാത്ത സ്വഭാവ ദൂഷ്യങ്ങളുണ്ടാകാം, നിഷേധാത്മക ചിന്തകളുണ്ടാകാം. വ്യക്തിവൈകല്യങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അവ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ മാത്രമേ മനസ്സിലാകൂ. അവ സ്വകാര്യ സുഖങ്ങൾ സമ്മാനിക്കുന്നവയായിരിക്കും. വന്നു ചേരുന്ന നഷ്ടങ്ങൾ അവയിലൂടെയാണെന്ന് മനസ്സിലാകില്ല. മനസ്സിലായാലും അംഗീകരിക്കില്ല. തൻ്റെ പോരായ്മകൾ തിരിച്ചറിയുന്നവർക്ക് മാത്രമാണ് സ്വയം പരിഹാരം കണ്ടെത്തി മുന്നേറാനാകുക. ന്യൂനതകൾ പരിഹരിക്കപ്പെടാതെ പോയാൽ അവ വലുതായി നാശം അനിവാര്യമാകുന്ന ഒരു നിമിഷമുണ്ടാകും. അന്ന് തിരിച്ചു വരാനാകാത്ത വിധം മുങ്ങിത്താഴും. നേരുന്നു ശുഭദിനം. സ്നേഹത്തോടെ ഷഹീൻ എസ്. നന്ദി. നമസ്കാരം.